ബ്രിട്ടീഷ് മുൻ പ്രധാനമന്ത്രി ഋഷി സുനക് പട്ടിണിയിലായി എന്ന് പറഞ്ഞാണ് വാർത്തയൊക്കെ വരുന്നത്. പട്ടിണിയാണോ, ജോലിക്ക് പോകുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലേക്ക് രാഷ്ട്രീയ പ്രവർത്തകർ എന്തെങ്കിലും ഒരു സ്ഥാപനം, ഒരു പഞ്ചായത്ത് മെമ്പറായാൽ പിന്നെ ആ ജന്മകാലം പണിയെടുക്കില്ല, അടുത്ത തലമുറയും കൂടെ പണിയെടുക്കാതെ കഴിയാൻ പറ്റുമെന്ന് നോക്കുകയാണ്. ഇവിടെ ഋഷി സുനക് എന്താണ്, ജോലിക്കൊക്കെ പോകുന്നുണ്ടല്ലോ, പാർട്ട് ടൈം ജോലി എന്നൊക്കെ കേൾക്കുന്നു. തീർച്ചയായിട്ടും നമ്മുടെ സംവിധാനവും അവരുടെ സംവിധാനം തമ്മിലുള്ള വ്യത്യാസമാണ്. ഇവിടെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആണെങ്കിൽ പോലും ഈ പറഞ്ഞതുപോലെ പിന്നെ സുഭിക്ഷമായിട്ട് അവർക്ക് കഴിയാം. പക്ഷേ ഇവിടെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ജോലിക്ക് പോയില്ലെങ്കിൽ വാടക കൊടുക്കാൻ പൈസയില്ല, പട്ടിണിയിലാവും. അപ്പോൾ അതുകൊണ്ടാണ് ഋഷി സുനക് ഇപ്പോൾ പാർട്ട് ടൈം ജോലിക്ക് കയറി. അതായത് ഇനി ഗോൾഡ്മാൻ സാച്ചിലെ ജോലിക്കാരനായിട്ടാണ് കയറിയത്. ബാങ്കിൻ്റെ സീനിയർ അഡ്വൈസറായിട്ടാണ് നിയമനം. ഇന്ത്യയിലാണെങ്കിൽ ഒരിക്കൽ പ്രധാനമന്ത്രിയായ ആൾക്ക് ജീവിതകാലം മുഴുവൻ സുഖിച്ച് കഴിയാനുള്ള സംവിധാനങ്ങളുണ്ട്. ഒരിക്കൽ പ്രധാനമന്ത്രി ആയിക്കഴിഞ്ഞാൽ 5 വർഷമൊന്നും നയിക്കേണ്ട കാര്യമില്ല, ഒരു ദിവസം പ്രധാനമന്ത്രിയായിട്ടിരുന്നാലും മതി, സുഖിച്ച് കഴിയാനുള്ള വക കിട്ടും. എന്നാൽ ബ്രിട്ടൻ അടക്കമുള്ള പാശ്ചാത്യ രാജ്യങ്ങളിലെ സംസ്കാരം മറ്റൊന്നാണ്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പദവിയിൽ നിന്ന് വിരമിച്ചാൽ അടുത്ത ദിവസം മുതൽ സാധാരണ പൗരനുള്ള പവറുകളെ ആ വ്യക്തിക്കുള്ളൂ. പിന്നീട് ജീവിച്ചു പോകണമെങ്കിൽ അധ്വാനിച്ച് തന്നെ മുന്നോട്ട് പോകണം. മിക്ക പ്രധാനമന്ത്രിമാരുടെയും കാര്യം ഇതൊക്കെ തന്നെയാണ്. പ്രധാനമന്ത്രി എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. കടകളിൽ ചെന്നാൽ സാധനം കിട്ടില്ല, അല്ലെങ്കിൽ പൈസ കൊടുത്താലേ കിട്ടും, വീട്ടിൽ വാടകയില്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറക്കി വിടും. അതാണ് അവസ്ഥ. ഇപ്പം നമ്മൾ തമാശ രൂപത്തിൽ പറയുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ അവസ്ഥ അതുകൊണ്ടാണ് അദ്ദേഹം ജോലിക്ക് പോകുന്നത്. പ്രധാനമന്ത്രി പദത്തിൽ നിന്ന് ഇറങ്ങിയ ഋഷി സുനക് പുതിയ ജോലിയിലാണ് ഇപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത്. ഗോൾഡ്മാൻ സാച്ചിൽ സീനിയർ അഡ്വൈസറായാണ് നിയമനം. ആഗോള രാഷ്ട്രീയത്തിലും സാമ്പത്തിക ശാസ്ത്രത്തിലും അദ്ദേഹത്തിൻ്റെതായ ഉൾക്കാഴ്ചകളും വീക്ഷണങ്ങളും അടിസ്ഥാനമാക്കി ഇനി മുതൽ അദ്ദേഹം ബാങ്കിൻ്റെ ഉപഭോക്താക്കൾക്ക് ആവശ്യമായ ഉപദേശങ്ങൾ നൽകുമെന്നാണ് ബാങ്ക് അറിയിച്ചിരിക്കുന്നത്. പാർട്ട് ടൈം ജോലി ആയിരിക്കും ഇത്. അതേസമയം ഷോർക്ഷയറിലെ റിച്ച്മോണ്ട് ആൻഡ് നോർത്തൽട്ടൺ MP ആയി അദ്ദേഹം തുടരുകയും ചെയ്യും. രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് 2000ങ്ങളിൽ അദ്ദേഹം ബാങ്കിൽ ഒരു അനലിസ്റ്റായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. ഋഷി സുനകിനെ തിരികെ സ്വാഗതം ചെയ്യാൻ അതീവ സന്തോഷമുണ്ടെന്ന് ഗോൾഡ്മാൻ സാച്ച്സ് ചെയർമാനും ചീഫ് എക്സിക്യൂട്ടീവുമായ ഡേവിഡ് സോളമൻ പറഞ്ഞു. ഉപഭോക്താക്കൾക്ക് ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകുന്നതിനൊപ്പം ലോകമാകമാനമുള്ള തങ്ങളുടെ ജീവനക്കാർക്കൊപ്പവും ഋഷി സമയം ചെലവഴിക്കും എന്നും അദ്ദേഹം പറഞ്ഞു. തങ്ങളുടെ തുടർച്ചയായ പഠനവും വികസനവും എന്ന പദ്ധതിയിൽ അദ്ദേഹത്തിന് വലിയ സംഭാവന നൽകാൻ കഴിയുമെന്നും ഋഷി പറഞ്ഞു. ഋഷി സുനകിന് ലഭിക്കുന്ന ശമ്പളം പൂർണ്ണമായും റിച്ച്മോണ്ട് പ്രോജക്റ്റ് എന്ന ചാരിറ്റിക്ക് സംഭാവന ചെയ്യും. ബ്രിട്ടനിലാകെ സംഖ്യാശാസ്ത്ര പഠനം മെച്ചപ്പെടുത്തുന്നതിനായി പ്രവർത്തിക്കുന്ന ഈ സംഘടന ഈ വർഷം ആദ്യം ഋഷിയും ഭാര്യ അക്ഷതാ മൂർത്തിയും ചേർന്ന് സ്ഥാപിച്ചതാണ്. മുൻ മന്ത്രിമാർ അധികാരം വിട്ടൊഴിഞ്ഞ് 2 വർഷത്തിനുള്ളിൽ എടുക്കുന്ന ജോലികൾ നിരീക്ഷിക്കുന്ന അഡ്വൈസറി കമ്മിറ്റി ഓൺ ബിസിനസ് അപ്പോയിൻമെൻറ്റ്സ് പറയുന്നത് ഋഷിയുടെ പുതിയ ജോലിയിൽ ചില അപകടങ്ങളുണ്ടെന്നാണ്. പ്രധാനമന്ത്രിയായിരുന്ന ഒരു വ്യക്തിയായിരുന്നാൽ ഗോൾഡ്മാൻ സാച്ചിൽ ചില സുപ്രധാന വിവരങ്ങൾ അന്യായമായി ലഭിക്കാൻ ഇടയുണ്ട് എന്നാണത്. മറ്റ് ഭരണകൂടങ്ങളെയോ അവരുടെ ബാങ്കുമായോ ഇടപാടുകളെക്കുറിച്ചോ ഉപദേശങ്ങൾ നൽകാൻ ഋഷിക്ക് അനുവാദമുണ്ടായിരിക്കില്ല. അതുപോലെ പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് നേരിട്ട് ബന്ധപ്പെട്ടിരുന്നവർക്ക് ഉപദേശങ്ങൾ നൽകാനാകില്ല. ബാങ്കിന് വേണ്ടി UK സർക്കാരുമായി ലോബിയിങ്ങും അനുവദനീയമല്ല. നേരത്തെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ബ്ലാവറ്റിംഗ് സ്കൂൾ ഓഫ് ഗവൺമെൻറ്റിലും സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം വിസിറ്റിംഗ് പ്രൊഫസറായി ചേർന്നിരുന്നു. ഈ 2 ജോലികൾക്കും അദ്ദേഹം വേതനം സ്വീകരിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ഒരു സാധാരണ പൗരനായി മാറുമ്പോൾ അവർക്ക് മറ്റ് ആനുകൂല്യങ്ങളൊന്നുമില്ല. ഇവിടെ ഇപ്പോൾ ഈ KV തോമസ് മാഷോ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരൊക്കെ ഓരോ പദവികളിൽ കയറുമ്പോൾ ഇപ്പോൾ MLA ആയിട്ടുണ്ടെങ്കിൽ MLAയുടെ പെൻഷൻ കിട്ടും, MP ആയിട്ടുണ്ടെങ്കിൽ MPയുടെ പെൻഷൻ കിട്ടും. അങ്ങനെ എല്ലാ വിധത്തിലുള്ള ആനുകൂല്യങ്ങളും ലക്ഷക്കണക്കിന് രൂപ കൈപ്പറ്റുമ്പോഴാണ് ഈ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിക്ക് വീണ്ടും പഴയ ജോലിയിലേക്ക് തുടരേണ്ടി വരുന്നതെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് ഇതൊരു നല്ല മാതൃകയും കൂടെയാണ്. തങ്ങൾ പണിയെടുത്താണ് ജീവിക്കുന്നത്, അല്ലാതെ ഈ പറയുന്ന പാർട്ടി ഫണ്ട് ഉപയോഗിച്ചല്ല ജീവിക്കുന്നത് എന്നുള്ളത്. പിന്നെ ഋഷി സുനകിന്റെ കുടുംബ പശ്ചാത്തലം നമുക്കറിയാം. കോടിക്കണക്കിന് രൂപയുടെ ആസ്തി ഉള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് അദ്ദേഹം വിവാഹം കഴിച്ചിരിക്കുന്നത്. അദ്ദേഹം അതുപോലെ തന്നെ വലിയ വലിയ പൊസിഷനുകളിൽ ഇരുന്ന ആളാണ്. സ്വന്തമായിട്ട് ആസ്തിയും ജീവിച്ചു പോകാനുള്ള പരിപാടികളെല്ലാം കയ്യിലുണ്ടാവും. പക്ഷേ അവർ നിർമ്മിക്കുന്ന മാതൃക എന്താണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഒബാമ എന്താണ് ചെയ്തത്? അവിടുത്തെ പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞതിന് ശേഷം അവിടെ സാധാരണക്കാരനായിട്ട് ജീവിക്കുകയാണ്. അവിടെ പാർട്ടിയുടെ പ്രവർത്തനങ്ങളുമായിട്ടൊക്കെയാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവായിട്ട് അവിടെ തുടരുന്നുണ്ട്. ഈ പറയുന്ന ഇത്തരം പരിപാടികളൊന്നും മറ്റൊരു ഏതെങ്കിലും അനാവശ്യമായിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രവർത്തനം നടത്തുകയോ സർക്കാരിൽ ഇടപെടുകയോ ഏതെങ്കിലും തരത്തിലുള്ള ഈ പറയുന്ന സർക്കാർ വിമർശനങ്ങളുമായിട്ട് നടക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അവർ കൃത്യമായിട്ട് അവരുടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നുണ്ട്, പാർട്ടി പ്രവർത്തനമുണ്ട്, അത് കൃത്യമായി നടത്തുന്നുണ്ട്. പക്ഷേ അതല്ലാതെ ഈ പറയുന്ന സർക്കാരിൻ്റെ കാര്യങ്ങൾ, ഇവിടെ ഒരാൾ MP ആയിരുന്നു, മന്ത്രിയായിരുന്നു, MLA ആയിരുന്നു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം സർക്കാരിൻ്റെ തലസ്ഥാനത്തെ ഉപദേശകനായിട്ട് ക്യാബിനറ്റ് റാങ്കും വാങ്ങിച്ച് 3, 4, 5 പെൻഷനുള്ള ആൾക്കാർ ചെന്നിരുന്നിട്ട് ഈ പറയുന്ന അധികാരത്തിൽ അട്ടിപ്പേർ കിടക്കുന്ന ആൾക്കാരുണ്ട്.
അതായത് അവർക്ക് ആസനത്തിന് ആലി കിളിച്ചാൽ തണലെന്ന് കരുതുന്ന ആൾക്കാരാണ്. ആശാ വർക്കർമാർക്ക് ശമ്പളം കൂട്ടിയില്ലെങ്കിൽ ഇയാളുടെ യാത്രാപ്പടി കൂട്ടിക്കൊണ്ടേയിരിക്കും. ഇയാൾക്ക് എന്ത് കൊടുക്കും? അപ്പൊ ഒരു തവണ സീറ്റ് നിശ്ചയിച്ചപ്പോഴത്തേക്കും ആ പാർട്ടി ഉപേക്ഷിച്ച് വന്ന ആളാണ്. അപ്പൊ ഇതുപോലെയുള്ള നിരന്തരമായിട്ട് ഇങ്ങനെ അധികാരത്തിന് വേണ്ടി മരിക്കുന്നവരെ അധികാരം വേണമെന്ന് ആഗ്രഹമാണ്. മരിക്കുമ്പോ നാളെ കുഴിയിലോട്ട് എടുക്കുമല്ലോ, 100 വയസ്സിൽ ചാവേണ്ടി വരുമല്ലോ, കുഴിയിലേക്ക് എടുക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതുവരെ അധികാരം വേണമെന്ന് പറഞ്ഞ് മരിക്കാൻ കിടക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഇത്തരം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന കേരളത്തിലും ഇന്ത്യക്കകത്തും ഉള്ളവർക്ക് വലിയ മാതൃകയാണ് ഈ പറയുന്ന ഋഷി സുനക്. അവിടെ പോയി ചുമ്മാ ഇരിക്കുകയല്ലോ. അവിടെ പോയി കഴിഞ്ഞാൽ ഏതൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നെങ്കിലും അത് എത്ര വലിയ ആളോ ചെറിയ ആളോ ആണെങ്കിൽ അവരുടെ ജോലി കൃത്യമായിട്ട് ചെയ്യണം. ഇല്ലാതെ ഇവിടെ കാണിക്കുന്ന പോലെ ഈ പണി മുടക്കിയൊന്നും നടക്കാൻ പറ്റില്ല. പണി മുടക്കി നടന്നിട്ട് ജോലി ശമ്പളം നടത്താൻ എനിക്ക് ആനുകൂല്യങ്ങൾ വേണം അങ്ങനെയൊന്നും പറയാൻ കഴിയില്ല. പണിയെടുത്തേ പറ്റുള്ളൂ, കൃത്യമായി പണിയെടുക്കുക, അതിന്റെ കൂലി കിട്ടും. ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു ഈ പറയുന്ന ഇന്നലെ പണി മുടക്കിയ 90% നേതാക്കന്മാരും, പണി മുടക്കിന് നിന്ന 99% നേതാക്കന്മാരും ജീവിതത്തിൽ ഒരിക്കൽ പോലും വിയർക്കുകയോ പണിയെടുക്കുകയോ ഏതെങ്കിലും തരത്തിൽ അധ്വാനിക്കുകയോ ചെയ്തിട്ടുള്ളവരല്ല. കാരണം അവർക്ക് അതിനുള്ള ശീലമില്ല. അവർക്ക് ഈ പറയുന്ന അഥവാ ട്രേഡ് യൂണിയൻ തൊഴിലാളി ആയിരുന്നെങ്കിൽ തന്നെ അവർ കൂടിപ്പോയി കഴിഞ്ഞാൽ ജോലി എടുത്തിട്ട് വാങ്ങിക്കില്ല പൈസ, കൂലി മറ്റേ നോക്കുകൂലി വാങ്ങിച്ചിട്ടായിരിക്കും ജീവിക്കുന്നത്. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഷാപ്പിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ആ മുതലാളി എടുത്ത് മുതലാളി ഞാനിവിടെ യൂണിയൻ നേതാവാണ് കേട്ടോ, ഞാൻ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒന്ന് വരട്ടിയിട്ടൊക്കെ നിൽക്കും. അങ്ങനെ ചില കോട്ടയത്തെ നേതാക്കളൊക്കെ മുമ്പ് ഉണ്ടായതായിട്ടും പറഞ്ഞു കേൾക്കുന്നുണ്ട്. പക്ഷെ അറിയില്ല എന്താണ് വാസ്തവം എന്നുള്ള കാര്യത്തിൽ. എന്തായാലും ഇത്തരം മാതൃകകളൊന്നും അല്ല നയിക്കേണ്ടത്. ഈ പറയുന്ന വിദ്യാഭ്യാസത്തിനൊപ്പം തന്നെ തൊഴിൽ ചെയ്ത് ശീലിക്കുക എന്നുള്ള ഒരു മാതൃകയുണ്ട്. അത് ഗാന്ധിയൻ ദർശനങ്ങളിലും നയ്യി തലീം എന്ന് പറയുന്ന ഒരു വിദ്യാഭ്യാസ പദ്ധതിയുണ്ട്. ആ പദ്ധതിയിൽ പറയുന്നത് പോലെ വിദ്യാഭ്യാസത്തിനൊപ്പം തൊഴിലെടുക്കുക എന്നുള്ളത്, അതിനുശേഷം രാഷ്ട്രീയ പ്രവർത്തനം നടക്കുമ്പോഴും തൊഴിലെടുക്കുക എന്നുള്ളതാണ്. ഗാന്ധിജി ഈ പറയുന്ന പോലെ അഡ്വക്കേറ്റ് ആയിരുന്ന ആളാണ്, ഈ പറയുന്ന ജോലി ചെയ്തിരുന്ന ആളാണ് അദ്ദേഹം. അതിനുശേഷവും രാഷ്ട്രീയ പ്രവർത്തനം നടക്കുമ്പോഴും ചർച്ച ചെയ്ത് ഒരു വലിയ സന്ദേശം, സ്വയം തൊഴിലിന്റെ സന്ദേശം പകർന്നു കൊടുത്ത ആളാണ്. സ്വദേശി എന്ന് പറയുന്ന സന്ദേശം പകർന്നു കൊടുത്ത അത്തരം രാഷ്ട്രീയ പ്രവർത്തനങ്ങളാണ് എല്ലാ കാലത്തും മാതൃകയാക്കേണ്ടത് എന്നുള്ളതാണ്. നമുക്കറിയാം നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന ശാസ്ത്രിജിയുടെ ജീവിതം എത്രത്തോളം ലാളിത്യപൂർണ്ണമായിരുന്നു. നിരന്തര അധ്വാനം ചെയ്ത് മാത്രമാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് എന്നുള്ളതാണ്. ഒരു തരത്തിലുള്ള അധിക ചെലവുകളോ ഇല്ലെങ്കിൽ ലളിതമല്ലാത്ത ഏതെങ്കിലും ഒരു ജീവിത ശൈലിയോ അദ്ദേഹം ചെയ്തിരുന്നില്ല എന്നുള്ളത് ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട. അത്തരം മാതൃകകളില്ല നമുക്ക്. പിന്നെ ഇവിടെ സ്വീകരിക്കുന്ന മാതൃക ഏതാണ്? പാരീസിൽ സ്റ്റിച്ച് ചെയ്ത് ലണ്ടൻ ലൈൻ ചെയ്ത മറ്റേ കുർത്തയിട്ട് നടന്ന പ്രധാനമന്ത്രിമാരൊക്കെ ഉണ്ടായിരുന്നല്ലോ പൂർവ്വകാലഘട്ടത്തിൽ. അപ്പോൾ വർഷങ്ങളോളം മരിക്കുന്നവരെയും പ്രധാനമന്ത്രിയായിരുന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ഈ പറയുന്ന ബ്രിട്ടീഷുകാർക്ക് ഷേവ് ചെയ്ത് കൊടുത്തും ഒക്കെ ജീവിച്ചിരുന്ന ആ മാതൃകകൾ, ആ രാഷ്ട്രീയ മാതൃകകളല്ല ഇന്ന് ഒരു ചായക്കടക്കാരനായിട്ടായാലും ജീവിക്കാനും അതിനുശേഷം സന്യാസ തുല്യമായ ജീവിതം പുലർത്താനും ഒക്കെ ശേഷിയുള്ളവർ പ്രധാനമന്ത്രിയായിട്ട് രാജ്യത്ത് വരുമ്പോൾ ഇത്തരത്തിലുള്ള മാതൃകകൾ പുതിയ പുതിയ മാതൃകകൾ പരീക്ഷിക്കപ്പെടും. ഈ ലോക മാതൃകകളെ നെഞ്ചേറ്റാനും കഴിയും. എന്തായാലും ഋഷി സുനകിൻ്റെ മാതൃക ഗംഭീരമാണ്. അദ്ദേഹം ഈ പറയുന്ന വെറും രാഷ്ട്രീയക്കാരനല്ല, ഇവിടുത്തെ ഊച്ചാളി രാഷ്ട്രീയക്കാരന്മാരൊക്കെ ഉണ്ടല്ലോ, ഗുണ്ടാ രാഷ്ട്രീയക്കാർ, അവരൊക്കെ ഒന്ന് കണ്ടുപഠിക്കണം. ഞങ്ങൾ അമേരിക്കയിൽ പോയി ചികിത്സിച്ച് ഇവിടെ ആജീവനാന്തകാലം തൊഴിലാളി നേതാവായി പണിയെടുക്കാതെ ജീവിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ ഒന്ന് കണ്ടുപഠിക്കേണ്ടതാണ് ഇത്തരം മാതൃകകളെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.